രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള വിവാദമാണല്ലോ ഇപ്പോൾ കത്തിപ്പടരുന്നത്. സംഭവം രാഹുൽ തീവച്ചതും വെടിപൊട്ടിച്ചതും കർണാടകയിലും ഉത്തരേന്ത്യൻ ബി.ജെ.പിക്ക് നേരെ ആയിരുന്നുവെങ്കിൽ പുകഞ്ഞതും കത്തിപ്പടർന്നതും ഇങ്ങ് കേരളത്തിലെ തൃശൂരിലെ ബി.ജെ.പിയുടെ മൂട്ടിലാണ് എന്ന് മാത്രം. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു ബി.ജെ.പി അംഗം എത്തിയതിന്റെ ആവേശം ചില്ലറയൊന്നുമായിരുന്നില്ല ബി.ജെ.പിക്ക്. തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല കട്ടെടുത്തതാണ് എന്ന രൂക്ഷമായ വിമർശനത്തിലേക്ക് പാർട്ടിയും സുരേഷ് ഗോപിയും കൂപ്പുകുത്തി. സുരേഷ് ഗോപി മൗനിയായി. ആ മൗനം പാർട്ടിക്കുള്ളിൽ വരെ ചർച്ചയായി. ഒന്നിനു പുറകെ ഒന്നായി തൃശൂരിൽ നടന്ന കള്ളവോട്ടിന്റെ വിവരങ്ങൾ മാലപ്പടക്കം പോലെ പുറത്തു വന്നതോടെ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗുമില്ല, ആക്ഷൻ ഹീറോ പരിവേഷവുമില്ല. സ്വന്തം കുടുംബത്തിന്റെ കള്ളവോട്ടും ഇരട്ട വോട്ടുമാണ് സുരേഷ് ഗോപിയെ ആദ്യം തിരിഞ്ഞുകുത്തിയത്. എന്നാൽ പിടിച്ചതല്ല അളയിലുള്ളത് എന്ന് പിന്നാലെ വന്ന വാർത്തകൾ തെളിയിച്ചു. ലോകത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിൽ കള്ളവോട്ടും വ്യാജവോട്ടും ചേർത്താണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത് എന്ന് കണക്കുകൾ തെളിയിച്ചു. ഏതൊക്കെ തരത്തിൽ വ്യാജവോട്ട് ചേർക്കാമോ അങ്ങനെയെല്ലാം തൃശൂരിൽ വ്യാജവോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനധികം ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കം വിലാസമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് പുതിയ വിവരം. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടും ഇരട്ട തിരിച്ചറിയൽ കാർഡും ഉണ്ട് എന്ന് കൂടി തെളിഞ്ഞത് സുരേഷ് ഗോപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇതോടെ സുരേഷ് ഗോപി മൗനവ്രതം ആരംഭിച്ചു. സുരേഷ് ഗോപിയുടെ മൗനം ബി.ജെ.പിയെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിലടക്കം ചർച്ചയായി. പാർട്ടി സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കണമെന്ന വികാരവും പാർട്ടി യോഗത്തിൽ ഉയർന്നു. പ്രത്യേകിച്ച് പുതിയ വോട്ടർമാരിൽ 60% തങ്ങളാണ് ചേർത്തത് എന്ന ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷന്റെ അവകാശവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടുകൊള്ള വിവാദം തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി നേതൃത്വം. സ്വന്തം കുടുംബം കൂടി ഉൾപ്പെട്ട വിവാദമായതിനാൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് സുരേഷ് ഗോപി ഒന്നും മിണ്ടാത്തത് എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെളിവുകളെല്ലാം എതിരായതിനാൽ അനുകൂലിച്ചോ എതിർത്തോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് സുരേഷ് ഗോപി. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ എല്ലാം തന്നെ കരിവാരിത്തേക്കാനുള്ള ആസൂത്രിത നീക്കമാണ് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ കുത്തിപ്പൊക്കും. അത് തനിക്കും പാർട്ടിക്കുമെതിരായ ബോംബായി മാറുമെന്ന തിരിച്ചറിവ് സുരേഷ് ഗോപിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നാൽ വിവാദം കെട്ടടങ്ങിക്കോളും എന്ന നിലപാടിലാണ് സുരേഷ് ഗോപി. ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായ സുനിൽകുമാറും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ബോംബ് പൊട്ടുന്നത് ഒഴിവാക്കാൻ തന്നെയാണ് സ്വന്തം മണ്ഡലത്തിൽ എത്തിയിട്ട് പോലും ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാൻ സുരേഷ് ഗോപി തയ്യാറാകാതിരുന്നത്. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ കൂടി കേരളത്തിൽ എത്തുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത 100 ദിവസത്തെ കർമ്മ പരിപാടികൾ സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകുന്നതിനായി എത്തുന്ന അമിത്ഷായ്ക്ക് മുന്നിൽ പുതിയ വിവാദങ്ങളുടെ വലിയ ഭാരം തന്നെ ഉണ്ടാകും. അടുത്തിടെ സുരേഷ് ഗോപിയെയും അതോടൊപ്പം ബി.ജെ.പിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വോട്ട് വിവാദം ആരംഭിച്ചതിൽ പിന്നെ ബി.ജെ.പിയുടെ ആക്ഷൻ ഹീറോ വെറും 0 ആയിട്ടുണ്ട്. ഇതിനു മുൻപ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിവാദമായപ്പോൾ തൃശൂരിൽ ക്രൈസ്തവ സഭാ നേതൃത്വം തങ്ങൾ ജയിപ്പിച്ച എം.പിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന വിമർശനവുമായി രംഗത്തു വന്നിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും അറസ്റ്റിനെ തള്ളിപ്പറയാനോ ക്രൈസ്തവർക്ക് പിന്തുണ നൽകാനോ സുരേഷ് ഗോപി തയ്യാറാകാതിരുന്നത് സഭയിൽ വലിയ വിമർശനത്തിന് ഇടയാക്കി. ഇതെല്ലാം തിരിഞ്ഞു കുത്തിയിരിക്കുമ്പോഴാണ് വോട്ടുകൊള്ള ഒരു കാട്ടുകൊള്ളയാണ് എന്ന വിവരവും പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് അമിത്ഷായുടെ സന്ദർശനവും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി അമിത്ഷാ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കള്ളവോട്ടിന്റെ പെരും കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ. ഏതെല്ലാം രീതിയിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാകുകയുള്ളൂ. ഒരേ ഫ്ളാറ്റിന്റെയും വീടിന്റെയും മേൽവിലാസത്തിൽ മണ്ഡലത്തിന് പുറത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരെ വോട്ടർമാർ ചേർന്നിട്ടുണ്ട്. ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകളും വീടുകളും, താൽക്കാലിക വാടക താമസക്കാർ, വ്യാജ വാടക കരാറുകാർ, പാർട്ടി ഓഫീസുകളുടെ വിലാസം, രക്ഷാകർത്താവിന്റെ സ്ഥാനത്ത് മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വോട്ടുകൾ,
തൃശൂരിലെ BJP നേതാക്കളുടെ വീട്ടുവിലാസത്തിൽ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം തൃശൂരിലെ വോട്ടർമാരായി. ഇതിനെല്ലാം പുറമെയാണ് കന്നി വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള ഫോം 6 ദുരുപയോഗം. 45 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരാണ് ഫോം 6 ഉപയോഗിച്ച് കന്നി വോട്ടർമാരായത്. ഇതൊക്കെ കണ്ടാൽ ആരാണ് മൂക്കത്ത് വിരൽ വെക്കാത്തത്? വോട്ടുകൊള്ളയുടെ ചില കണക്കുകൾ കേട്ടാൽ തന്നെ നടന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്ന് ആർക്കും മനസ്സിലാകും. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിന്റെ കഥകൾ നമ്മൾ കേട്ടതാണ്. വീട്ടം അറിയാതെ ഒരു ഫ്ളാറ്റിൽ 9 വോട്ടുകൾ ചേർത്തുവെന്ന ആരോപണം. എന്നാൽ ഗ്രാമങ്ങളിൽ പോലും വ്യാപക തട്ടിപ്പ് നടന്നതായാണ് കണക്ക്. നാട്ടിക മണ്ഡലത്തിലെ അവനിശ്ശേരി 69-ാം ബൂത്തിൽ BJP ബൂത്ത് ഏജന്റ് CV അനിൽകുമാർ രക്ഷകർത്താവായി 17 വോട്ടുകളുണ്ട്. പലരുടെയും വീട്ടുവിലാസം പോലും വ്യത്യസ്തം. ഭൂരിപക്ഷം പേർക്കും വീട്ടു നമ്പർ പോലുമില്ല. അവിടെ തന്നെ മറ്റൊരു ബൂത്തിൽ BJP പ്രവർത്തകരായ 2 സഹോദരങ്ങൾക്ക് 5 വോട്ടുകളുണ്ട്. കിരൺ, ദീപക് എന്നീ സഹോദരങ്ങളുടെ 5 വോട്ടുകളുടെയും വീട്ടു നമ്പർ, അച്ഛന്റെ പേരും വിലാസവും ഒന്നാണെങ്കിലും 5നും വ്യത്യസ്ത വോട്ടർ ID നമ്പറുകളും വയസ്സും ഫോട്ടോയുമാണ്. 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരെ ചേർത്ത മണ്ഡലം തൃശൂരായിരുന്നു. 1,46,673 പേർ. ജൂൺ 18-ന് അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷവും വീണ്ടും മാർച്ച് 25 വരെ പേര് ചേർക്കാൻ അവസരം നൽകിയിരുന്നു. ആ ഘട്ടത്തിലും വോട്ട് ചേർക്കലിൽ തൃശൂരായിരുന്നു മുന്നിൽ. പുതിയ വോട്ടർമാരിൽ 60% ചേർത്തത് തങ്ങളാണ് എന്നായിരുന്നു BJPയുടെ അവകാശവാദം. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതോടെ LDFും UDFും പരാതി ഉന്നയിച്ചെങ്കിലും സമയം കഴിഞ്ഞുവെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മറുപടി. തൃശൂരിൽ 2019 NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയത് 2,93,822 വോട്ട്. വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള RSS ആസൂത്രണത്തിനൊടുവിൽ 2024 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പൂരം കലക്കൽ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നീ ആരോപണങ്ങളുമായി രംഗത്തെത്തിയെങ്കിലും കാര്യമായ പ്രതികരണം ഒന്നുമുണ്ടായില്ല. ഇതെല്ലാം കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ BJPക്ക് ബാലികേറാമലയായ കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ നടത്തിയ കുതന്ത്രങ്ങളും തട്ടിപ്പുകളും ചില്ലറയൊന്നുമല്ല എന്ന് മനസ്സിലാകും. ഇതോടെ BJP കൊട്ടിഘോഷിച്ച തൃശൂർ വിജയത്തിന്റെ തിളക്കം മങ്ങുകയാണ്. മറ്റൊരർത്ഥത്തിൽ ലൂർദ് മാതാ പള്ളിയിലേക്ക് സുരേഷ് ഗോപി ചെമ്പ് ചേർത്ത സ്വർണ്ണ കിരീടം നൽകിയെന്ന് ആരോപണം ഉയർന്നതുപോലെ ഈ വിജയത്തിന്റെ തിളക്കത്തിലും ചെമ്പ് ചേർത്തുവെന്ന് വേണം കരുതാൻ. എന്തായാലും ലോക്സഭയിലെ വോട്ട് കള്ളക്കളി പുറത്തായതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചേർക്കലിൽ കാര്യമായ ജാഗ്രത പുലർത്തപ്പെടുന്നുണ്ട്. കരട് വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് മുന്നണികൾ ഇപ്പോൾ. ഒഴിവാക്കാനും പുതുക്കാനുമായി അപേക്ഷകളുടെ പ്രവാഹമാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇത്തവണ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുകയും ചെയ്യുന്നു.